ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ഈ പ്രിലിംസിൻ്റെ ഭാഗമായിട്ട് ഇന്നെടുക്കുന്ന നമ്മുടെ ടോപ്പിക്ക് ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നൊരു ടോപ്പിക്കാണ്. ദേശീയ പ്രസ്ഥാനത്തിനകത്ത് നമ്മളുടെ ഈ ചോദിക്കാൻ സാധ്യതയുള്ള സംഘടനകളും സ്ഥാപകരുമാണ്. ഇന്നിറങ്ങി നമുക്ക് ഏകദേശം 100ഓളം സംഘടനകൾ പഠിക്കണം. നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പഠിക്കാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് കൈമാറാനും ശ്രമിക്കണം. കാരണം ഇത് 100% നമ്മളെ പ്രിലിംസിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഞാനിന്ന് പറയുമ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കാണുക. അവസാനം വരെ ഇരുന്ന് ഇത് കണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കാരണം വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിനകത്തുള്ള ഈ സംഘടനകളും സ്ഥാപകരും എന്നാണ് ടോപ്പിക്ക്. നമുക്കിനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ ന്യൂസ് പേപ്പർ എന്നൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ അതും ഞാൻ ഇതിനകത്ത് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്കിന്ന് പ്രധാനപ്പെട്ട കുറച്ച് സംഘടനകൾ എങ്ങനെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നോക്കാം. ശ്രദ്ധിച്ചിരുന്നോളാം. അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം എല്ലാവരും. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാണ്. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് അല്ലെങ്കിൽ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് ആരാണ്? നിങ്ങൾക്ക് നമ്മളെ സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള 1-2 കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഒരിക്കലും മറക്കാതെ ഓർമ്മിക്കണം. വേദാന്ത കോളേജ് ആണെങ്കിൽ നമ്മളുടെ രാജാറാം മോഹൻ റോയാണ്. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഈ റിനൈസൻസ് ആണെങ്കിൽ നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ സ്വാമി വിവേകാനന്ദനാണ് 1863 ജനുവരി മാസം 12-ാം തീയതി ജനിച്ചു. 1904 മരിക്കുമ്പോൾ എത്ര വയസ്സായിരുന്നു? പരീക്ഷയ്ക്കുള്ള പല പരീക്ഷകൾ കണ്ടിട്ടുള്ളതാണ്. 39 വയസ്സ്. 1893 ചിക്കാഗോ സ്പീച്ച്. അപ്പോൾ 1893 ചിക്കാഗോ സ്പീച്ച് ആകുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 30 വയസ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാൽക്കുലേഷൻ പഠിക്കണം. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇനി പരമഹംസ മണ്ഡലി ശ്രദ്ധിച്ചിരുന്നോണം. പരമഹംസ മണ്ഡലി എന്ന സംഘടന സ്ഥാപിച്ചാണ് നിങ്ങൾക്കറിയാം. നമ്മളുടെ ഈ മറാത്ത കേസരി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ. ലോക ഹിതവാദി എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖാണ് ഈ പരമഹംസ മണ്ഡലി സ്ഥാപിച്ചത്. ഓർമ്മിക്കണം, ഗോപാൽ ഹരി ദേശ്മുഖ്. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി ഓർമ്മിക്കണം, പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖാണ്. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ആരാണ്? ഗോപാൽ ഹരി ദേശ്മുഖാണ്. ഇനി യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ആരാണ്? യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ ആണ്. ഓർമ്മിക്കണം, യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഇനി ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് വി.ഡി. സവർക്കറാണ്. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് വി.ഡി. സവർക്കർ. അപ്പോൾ വേദാന്ത സൊസൈറ്റി അല്ലെങ്കിൽ ഓർമ്മിക്കണം, വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? നമ്മളുടെ വി.ഡി. സവർക്കറാണ്. ഇനി സംഗത് സഭ രൂപീകരിച്ചത് ആരാണ്? സംഗത് സഭ ഓർമ്മിക്കണം, സംഗത് സഭ രൂപീകരിച്ചത് കേശവ് ചന്ദ്ര സെൻ ആണ്. സംഗത് സഭ രൂപീകരിച്ചത് കേശവ് ചന്ദ്ര സെൻ. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് വി.ഡി. സവർക്കർ. സംഗത് സഭ രൂപീകരിച്ചത് ആരാണ്? നമ്മളുടെ കേശവ ചന്ദ്രസെനാണ് സംഗത് സഭ രൂപീകരിച്ചത്. ഇനി പൂന സാർവജനിക് സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? പൂന സാർവജനിക് സഭ അറിയാവുന്ന ആൾക്കാർ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുക. അറിഞ്ഞൂടാത്ത ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് വേണ്ടി എഴുതിയെടുത്ത് പഠിക്കുക. പൂന സാർവജനിക് സഭ രൂപീകരിച്ചത് എം.ജി. റാനഡെയാണ്. പൂന സാർവജനിക് സഭ രൂപീകരിച്ചത് എം.ജി. റാനഡെ. അതുപോലത്തെ ഒരു സംഘടനയാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓർമ്മിക്കണം, ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് എം.ജി. റാനഡെയാണ്. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് വി.ഡി. സവർക്കർ.
സംഗത് സഭ രൂപീകരിച്ചത് ആരാണ്? കേശവ ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ രൂപീകരിച്ചത് ആരാണ്? MG റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അതുപോലെ തന്നെ അറിയണം, പൂന സാർവജനിക് സഭ രൂപീകരിച്ചത് ആരാണ്? MG റാനഡെയാണ്. ഇനി തത്വബോധിനി സഭ രൂപീകരിച്ചത് ആരാണ്? തത്വബോധിനി സഭ രൂപീകരിച്ചത് നമ്മളുടെ 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ച വ്യക്തിയാണ് ദേവേന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ കാരണം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി സഭ രൂപീകരിച്ചത്. ദേവേന്ദ്രനാഥ ടാഗോറാണ്. ഇനി സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചത് NM ജോഷിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കാം. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് VD സവർക്കർ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി മറക്കരുത്, VD സവർക്കർ. സംഗത സഭ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചതാണ് MG റാനഡെ. തത്വബോധിനി സഭ രൂപീകരിച്ചതാണ് ദേവേന്ദ്രനാഥ ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചാണ് NM ജോഷിയാണ്. സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചാണ് NM ജോഷിയാണ്. ഇനി മാനവ ധർമ്മസഭ രൂപീകരിച്ച ആരാണ്? മാനവ ധർമ്മസഭ നമുക്ക് കേൾക്കുമ്പോൾ പുതിയതുപോലെയൊക്കെ തോന്നും. അപ്പോൾ മാനവ ധർമ്മസഭ രൂപീകരിച്ചത് മേത്താജി ദുർഗാറാം മഞ്ചാറാം എന്ന് പറയും. മേത്താജി ദുർഗാറാം മഞ്ചാറാം എന്നുള്ള വ്യക്തികൾ ചേർന്നാണ് ഈ സംഘടന മാനവ ധർമ്മസഭ രൂപീകരിച്ചത്. മേത്താജി ദുർഗാറാം മഞ്ചാറാം. ഇനി തിരങ്കാരി പ്രസ്ഥാനം രൂപീകരിച്ച ആരാണ്? ഓർമ്മിക്കണം, തിരങ്കാരി പ്രസ്ഥാനം ഓർമ്മിക്കണം. പരീക്ഷയ്ക്ക് നമുക്ക് മാനവ ധർമ്മസഭ, മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം രൂപീകരിച്ചത് ബാബു ദയാൽ ദാസ് ആണ്. ഓർമ്മിക്കണം, ബാബു ദയാൽ ദാസ്. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചതാണ് VD സവർക്കർ. സംഗത് സഭ രൂപീകരിച്ചതാണ് കേശവ് ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് MG റാനഡെ. തത്വബോധിനി സഭ രൂപീകരിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചത് NM ജോഷി. മാനവ ധർമ്മസഭ രൂപീകരിച്ചത് മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം രൂപീകരിച്ചതാണ് ഓർമ്മിക്കണം, ബാബു ദയാൽ ദാസ്. ഇനി വലിയുള്ള പ്രസ്ഥാനം ഓർമ്മിക്കണം, വലിയുള്ള പ്രസ്ഥാനം രൂപീകരിച്ചത് ഷാ വലിയുള്ളയാണ്. ഓർമ്മിക്കണം, ഷാ വലിയുള്ള. അതിൽ തന്നെയുണ്ട് ഷാ വലിയുള്ള. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് VD സവർക്കർ. സംഗത സഭ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ MG റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് MG റാനഡെ. തത്വബോധിനി സഭ രൂപീകരിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചത് NM ജോഷി. മാനവ ധർമ്മസഭ മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം ബാബു ദയാൽ ദാസ്. വലിയുള്ള പ്രസ്ഥാനം രൂപീകരിച്ചാണ് ഷാ വലിയുള്ള. ഓർമ്മിക്കണം, വലിയുള്ള പ്രസ്ഥാനം രൂപീകരിച്ചത് ഷാ വലിയുള്ള. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് VD സവർക്കർ. സംഗത സഭ രൂപീകരിച്ചതാണ് കേശവ് ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് MG റാനഡെ. തത്വബോധിനി സഭ രൂപീകരിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചത് NM ജോഷി. മാനവ ധർമ്മസഭ മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം രൂപീകരിച്ചത് ബാബു ദയാൽ ദാസ്. വലിയുള്ള പ്രസ്ഥാനം രൂപീകരിച്ചാണ് ഷാ വലിയുള്ള. ഒരിക്കൽ കൂടി, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമ്മൾ ഇപ്പോൾ നടക്കുന്ന പ്രിലിംസിന് ചോദിക്കാം, നെക്സ്റ്റ് വരുന്ന നമ്മളുടെ +2 ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ 100% സാധ്യതയുള്ള, വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കാരണം നമുക്ക് പഠിക്കണ മേഖല വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ INC എന്നോ ഇന്ത്യൻ നാഷണൽ നമ്മളുടെ ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്ത് മാത്രം ചിന്തിക്കരുത്. അതിനകത്ത് ഒരുപാട് ടോപ്പിക്കുണ്ട്. പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഏത് എക്സാം എഴുതിയാലും 1-2 മാർക്ക് ഉറപ്പാണ്. കാരണം ചില പരീക്ഷയ്ക്ക് 2-3 സംഘടനകൾ ചോദിക്കും. ചിലത് ഒരു സംഘടനയുടെ പേര് തന്നിട്ട് താഴെ തന്നിരിക്കും പ്രവർത്തിക്കാത്ത ആൾ പ്രവർത്തിച്ചിരുന്ന ആളെന്നൊക്കെ പരീക്ഷയുടെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ട് ഉറപ്പിച്ച് പഠിക്കണം. കാരണം ഇത് വായിച്ചിട്ട് പോകരുത്, പഠിച്ചിട്ട് തന്നെ പോകണം. കാരണം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് മാർക്ക് കിട്ടണം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ആ ടോപ്പിക്കുകളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകുക. അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു
കാരണവശാലും അതിനകത്ത് എഴുതാൻ പറ്റാതിരിക്കരുത്. നമ്മൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മൾ കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മാറുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിത് കണ്ടോണം. കാരണം തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏതെങ്കിലും തെറ്റായിട്ടുള്ള കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് മാറ്റിയിട്ട് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ശ്രമിക്കുക. ഒരിക്കൽ പോലും ഇത് പഠിക്കാതെ പോകരുത്. കാരണം പഠിക്കാതെ പോകരുതെന്ന് പറയുകയാണ് ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ടൊരു മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി ഈ അനുശീലൻ സമിതി രൂപീകരിച്ച ആരാണ്? അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷാണ്. ഓർമ്മിക്കണം, അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷാണ് അനുശീലൻ സമിതി. ഇനി പരീക്ഷയ്ക്ക് കഴിഞ്ഞ LDC ചോദ്യം എഴുതുന്നത് ഹിതകാരിണി സമാജ് രൂപീകരിച്ചത് ആരാണ്? ഹിതകാരിണി സമാജ് രൂപീകരിച്ചത് വീരേശലിംഗം പന്തലുവാണ്. ഓർമ്മിക്കണം, വീരേശലിംഗം പന്തലുവാണ് ഹിതകാരിണി സമാജ് രൂപീകരിച്ചത് വീരേശലിംഗം പന്തലു. ഇനി നമുക്ക് കുറച്ച് സമാജങ്ങളെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിക്കോണം. ആര്യ സമാജ് രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഓർമ്മിക്കണം, ആര്യ സമാജ് രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി ബ്രഹ്മസമാജ് രൂപീകരിച്ചത് സ്ഥിരം ചോദിക്കാനാണ്, നമുക്ക് ഡൗട്ടായിട്ടുള്ളതാണ്. ബ്രഹ്മസമാജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റേ ആണ്. രാജാറാം മോഹൻ റേ. അപ്പോൾ ഓർമ്മിക്കണം, നമ്മളുടെ ഈ ഹിതകാരിണി സമാജ് വീരേശലിംഗം പന്തലു, ആര്യ സമാജ് രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി, ബ്രഹ്മ സമാജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റേ, സമത്വ സമാജ് രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്, വൈകുണ്ഠ സ്വാമി. ആദി ബ്രഹ്മ സമാജം ദേവേന്ദ്രനാഥ ടാഗോർ. ഓർമ്മിക്കണം, ദേവേന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസേൻ ആണ്. ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസേൻ. സാധാരണ ബ്രഹ്മസമാജം ഓർമ്മിക്കണം. അപ്പോൾ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ, ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസേൻ, സാധാരണ ബ്രഹ്മസമാജം ഓർമ്മിക്കണം ആനന്ദ മോഹൻ ബോസാണ്. ഓർമ്മിക്കണം, ആനന്ദ മോഹൻ ബോസും ഈശ്വരചന്ദ്ര വിദ്യാസാഗറും ഉണ്ട്. അപ്പോൾ ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റേ, ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ, ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസേൻ, സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓർമ്മിക്കണം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇനി പുലയ സമാജ് രൂപീകരിച്ചത് ആരാണ്? പുലയ സമാജ് രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓർമ്മിക്കണം, പണ്ഡിറ്റ് KP കറുപ്പൻ. ഇനി പുലയ സമാജം പോലെ ചോദിക്കുന്നതാണ് ഈഴവ സമാജ് രൂപീകരിച്ചത് ആരാണ്? ഈഴവ സമാജ് രൂപീകരിച്ചത് TK മാധവനാണ്. ഓർമ്മിക്കണം, TK മാധവൻ. അപ്പോൾ അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷ്. ഓർമ്മിക്കണം, ബരീന്ദ്രകുമാർ ഘോഷ്. ഹിതകാരിണി സമാജ് രൂപീകരിച്ചത് വീരേശലിംഗം പന്തലു, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റേ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ, ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ, ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസേൻ, സാധാരണ ബ്രഹ്മസമാജം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, പുലയ സമാജ് രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ, ഈഴവ സമാജ് രൂപീകരിച്ചത് ഓർമ്മിക്കണം, ഈഴവ സമാജ് രൂപീകരിച്ചത് TK മാധവൻ. ഓർമ്മിക്കണം, ഈഴവ സമാജ് രൂപീകരിച്ചത് TK മാധവൻ. ഇനി നമ്മളുടെ 1948 ഗാന്ധിജി മരിക്കുന്ന സമയത്ത് നമ്മളുടെ ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു 1924 നമ്മളുടെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് 1924-25 കാലഘട്ടങ്ങളിൽ കേരളം സന്ദർശിച്ചാണ് ആചാര്യ വിനോബ ഭാവെ. അപ്പോൾ നമ്മളുടെ അപ്പോഴൊരു പരീക്ഷയ്ക്ക് ചോദ്യമുണ്ട്, 1948 സർവോദയ സമാജ് രൂപീകരിച്ചത് ആരാണ്? നമുക്ക് ഈ സർവോദയ സമാജം എന്ന് കേൾക്കുന്നതിന് മുമ്പ് ആൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കും സർവോദയ പ്രസ്ഥാനമാണെന്ന് വിചാരിക്കും. പക്ഷേ സർവോദയ പ്രസ്ഥാനം വേറെ, സർവോദയ സമാജം വേറെ. സർവോദയ സമാജ് രൂപീകരിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെ. അപ്പോൾ ബ്രഹ്മസമാജം, ആര്യ സമാജം, പ്രാർത്ഥന സമാജം, സമത്വ സമാജം, പുലയ സമാജം, അതിനെ ഓർമ്മിക്കേണ്ടത് ദേവസമാജമുണ്ട്. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ദേവസമാജം രൂപീകരിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. ഇനി സത്യശോധക് സമാജമുണ്ട്. ഓർമ്മിക്കണം, സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവ് ഫുലെ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം, സാധാരണ ബ്രഹ്മസമാജം, ഇങ്ങനെയുള്ള സമാജങ്ങൾ എത്രയും നോക്കിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും നോക്കാം. അതിനുശേഷം നോക്കിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചാണ് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ.
ഫ്രീ ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് വി ഡി സവർക്കർ. സംഗത സഭ രൂപീകരിച്ചതാരാണ്? കേശവ ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ എം ജി റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷി. മാനവധർമ്മസഭ മേത്താജി ദുർഗാറാം മഞ്ചാറാം. ഇനി തിരങ്കാരി മാനവധർമ്മസഭ മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം ബാബു ദയാൽ ദാസ്. വലിയുള്ള പ്രസ്ഥാനം ആരാണ്? ഷാ വലിയുള്ള. അപ്പോൾ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി വി ഡി സവർക്കർ. സംഗത് സഭ കേശവ ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷി. മാനവധർമ്മസഭ മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം ബാബു ദയാൽ ദാസ്. വലിയുള്ള പ്രസ്ഥാനം സ്ഥാപിച്ചാരാണ്? ഷാ വലിയുള്ളയാണ്. ഇനി അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദ്രകുമാർ ഘോഷ്. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റേ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസെൻ. സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസാണ്ട് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പുലയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഈഴവ സമാജ് രൂപീകരിച്ചത് ടി കെ മാധവൻ. 1948 സർവോദയ സമാജ് രൂപീകരിച്ച ഓർമ്മയാണ്. സർവോദയ സമാജ് രൂപീകരിച്ചത് ആചാര്യ വിനോബ ഭാവെ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ. അപ്പോൾ ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റേ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ് ചന്ദ്രസെൻ. സാധാരണ ബ്രഹ്മസമാജം ഈശ്വരചന്ദ്ര ഓർമ്മിക്കണം. സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസ് ആൻഡ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പുലയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഈഴവ സമാജം ടി കെ മാധവൻ. 1948 സർവോദയ സമാജ് രൂപീകരിച്ചത് ആചാര്യ വിനോബ ഭാവെ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതി റാവു ഫുലെ. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ പഠിച്ചോളാണ്, ഈ റിപ്പീറ്റ് പറയുകയാണ്, ഇപ്പോൾ പഠിച്ച് ക്ലിയർ ആക്കണം. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റേ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസെൻ. സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസ് ആൻഡ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പുലയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഈഴവ സമാജം ടി കെ മാധവൻ. 1948 സർവോദയ സമാജ് രൂപീകരിച്ചത് ആചാര്യ വിനോബ ഭാവെ. ദേവസമാജ് രൂപീകരിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രി. സത്യശോധക് സമാജ് രൂപീകരിച്ചത് ജ്യോതി റാവു ഫുലെയാണ്. ജ്യോതി റാവു ഫുലെ. ഇനി ചിറ്റഗോങ് റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, ചിറ്റഗോങ് റിപ്പബ്ലിക്കൻ പാർട്ടി രൂപീകരിച്ചത് സൂര്യ സെൻ ആൻഡ് കൽപ്പന ദത്താണ്. ഓർമ്മിക്കണം, സൂര്യ സെന്നും കൽപ്പന ദത്തുമാണ്. അപ്പോൾ ചിറ്റഗോങ് ആയുധപുര കേസുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളാണ് സൂര്യ സെൻ ആൻഡ് കൽപ്പന ദത്ത്. ഇനി അഹമ്മദീയ പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ്? അപ്പോൾ ചിറ്റഗോങ് ആയുധപുര കേസുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സൂര്യ സെന്നും കൽപ്പന ദത്തും. ഇനി അഹമ്മദീയ പ്രസ്ഥാനം രൂപീകരിച്ചത് മിർസ ഗുലാം അഹമ്മദാണ്. ഓർമ്മിക്കണം, മിർസ ഗുലാം അഹമ്മദ്. ഒരിക്കൽ കൂടി മൊത്തം നോക്കാം. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദൻ. പരമഹംസ മണ്ഡലി രൂപീകരിച്ചത് ഗോപാൽ ഹരി ദേശ്മുഖ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് ഹെൻറി വിവിയൻ ഡറോസിയോ. ഫ്രീ ഇന്ത്യ സൊസൈറ്റി വി ഡി സവർക്കർ. സംഗത് സഭ കേശവ് ചന്ദ്രസെൻ. പൂന സാർവജനിക് സഭ എം ജി റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എം ജി റാനഡെ. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ് ടാഗോർ. സോഷ്യൽ സർവീസ് ലീഗ് എൻ എം ജോഷി. മാനവധർമ്മസഭ മേത്താജി ദുർഗാറാം മഞ്ചാറാം. തിരങ്കാരി പ്രസ്ഥാനം ബാബു ദയാൽ ദാസ്. വലിയുള്ള പ്രസ്ഥാനം ഷാ വലിയുള്ള. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റേ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസെൻ. സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പുലയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഈഴവ സമാജം ടി കെ മാധവൻ. 1948 സർവോദയ സമാജ് രൂപീകരിച്ചതാണ് ആചാര്യ വിനോബ ഭാവെ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രി. സത്യശോധക് സമാജം ജ്യോതി റാവു ഫുലെ. ചിറ്റഗോങ് റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ അസോസിയേഷൻ രൂപീകരിച്ചതാണ് സൂര്യ സെൻ ആൻഡ് കൽപ്പന ദത്ത്.
അഹമ്മദീയ പ്രസ്ഥാനം ഓർമ്മിക്കണം. അഹമ്മദീയ പ്രസ്ഥാനം രൂപീകരിച്ചത് മിർസ ഗുലാം അഹമ്മദ്. അപ്പോൾ നമുക്ക് വീണ്ടും ബോർഡ് എഴുതിയതിനു ശേഷം വീണ്ടും നമുക്ക് ബാക്കി നോക്കാം. ആത്മീയ സഭ രൂപീകരിച്ചത് ശ്രദ്ധിച്ചോണം. ആത്മീയ സഭ രൂപീകരിച്ചത് എല്ലാവർക്കും അറിയാം. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, അതുപോലെ തന്നെയാണ് ആത്മീയ സഭ രൂപീകരിച്ചതാണ് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ശുദ്ധി പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ്? പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നത്. ശുദ്ധി പ്രസ്ഥാനം രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. നമ്മുടെ നേരത്തെ ഒരു ചോദ്യം ഇറങ്ങി, വേദാന്ത കോളേജ് ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണെങ്കിൽ വേദാന്ത കോളേജ് രൂപീകരിച്ചത് ആരാണ്? പരീക്ഷയ്ക്ക് ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രൂപീകരിച്ചാരാണ്? നമ്മളുടെ രാജാറാം മോഹൻ റോയ്. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ഇനി ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചത് ആരാണ്? ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ഓർമ്മിക്കണം, മദൻ മോഹൻ മാളവ്യ. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം രൂപീകരിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചാരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ച മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ചത് KM മുൻഷിയാണ്. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ചത് KM മുൻഷി. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ചതാണ് നമ്മളുടെ KM മുൻഷി. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ചത് KM മുൻഷി. ഇനി അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഓർമ്മിക്കണം, അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓർമ്മിക്കണം, സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചാരാണ്? മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ രൂപീകരിച്ചത് KM മുൻഷി. അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓർമ്മിക്കണം, അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഓർമ്മിക്കണം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഓർമ്മിക്കണം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് രൂപീകരിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെയാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇതിനകത്തെല്ലാം വർഷം പഠിക്കാറുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് റൗണ്ട് ആയിട്ടാണ് ഇതിനെ വർഷം പഠിപ്പിക്കാതെ നമുക്ക് പരീക്ഷ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനാണ് വർഷമില്ലാതിരിക്കുന്നത്. എല്ലാത്തിനും വർഷം പഠിക്കേണ്ടതാണ്. അപ്പോൾ ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് രൂപീകരിച്ചതാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചാണ് നമ്മളുടെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓർമ്മിക്കണം, ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇനി നമ്മളുടെ INC ആദ്യകാല നാമമാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഓർമ്മിക്കണം, ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചത് AO ഹ്യൂമാണ്. അലൻ ഒക്ടോവിയൻ ഹ്യൂം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ്റെയും സ്ഥാപനം. അപ്പോൾ 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. INC ആദ്യകാല നാമമായ ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചതാണ്. ഓർമ്മിക്കണം, ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചതാണ് അത് AO ഹ്യൂമാണ്. ഇനി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനൊക്കെ പരീക്ഷയ്ക്ക് വർഷം ഉൾപ്പെടെയാണ് ചോദിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ രൂപീകരിച്ചതാണ് ദാദാബായ് നൗറോജിയാണ്. ഓർമ്മിക്കണം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടൻ സ്ഥാപിച്ചത് ദാദാബായ് നൗറോജി. ഇനി ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ഓർമ്മിച്ചോണം, ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ മോഹൻ ബോസുമാണ്. ഓർമ്മിക്കണം, സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. അപ്പോൾ ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രൂപീകരിച്ചത് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓർമ്മിക്കണം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് രൂപീകരിച്ചാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ.
ഇന്ത്യൻ നാഷണൽ യൂണിയൻ സ്ഥാപിച്ചാറാണ് AOHIM. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചാറാണ് ദാദാബായ് നൗറോജി. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചാറാണ് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് മോഹൻ ബോസാണ്. ഓർമ്മിക്കണം. ഇനി രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് ഓർമ്മിക്കണം. രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഓർമ്മിക്കണം. രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇനി ഇന്ത്യ ഹൗസ് രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം. ഇന്ത്യ ഹൗസ് പരീക്ഷയ്ക്ക് വേറെയും പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ഹൗസ് രൂപീകരിച്ചിട്ടുണ്ട്. അടുത്ത ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓർമ്മിക്കണം. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രണ്ടും സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണ വർമ്മയാണ്. ഓർമ്മിക്കണം. ശ്യാംജി കൃഷ്ണ വർമ്മ. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ യൂണിയന്റെ സ്ഥാപകൻ AOHIM. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചാറാണ് ദാദാബായ് നൗറോജി. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് മോഹൻ ബോസ്. രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഹൗസും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയും സ്ഥാപിച്ചാറാണ് ശ്യാംജി കൃഷ്ണ വർമ്മ. ഇന്ത്യ ഹൗസും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചാറാണ് ശ്യാംജി കൃഷ്ണ വർമ്മയാണ്. ഇനി ഹരിജൻ സേവാ സംഘം രൂപീകരിച്ച ആരാണ്? ഓർമ്മിക്കണം. ഹരിജൻ സേവാ സംഘം. ഓർമ്മിക്കണം. സേവാ സംഘം രൂപീകരിച്ചത് നമ്മളുടെ മഹാത്മാഗാന്ധി MK ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയാണ്. ഹരിജൻ സേവാ സംഘം രൂപീകരിച്ചത് MK ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി. ഇനി പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം. പ്രാർത്ഥനാ സമാജം. നമ്മൾ നേരത്തെ സമാജത്തിനകത്ത് ഓർമ്മിക്കേണ്ടതാണ്. പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ഓർമ്മിക്കണം. ആത്മാറാം പാണ്ഡുരംഗ്. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു സർവകലാശാല രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് രൂപീകരിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ യൂണിയന്റെ സ്ഥാപകനാരാണ് AOHIM. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചാറാണ് ദാദാബായ് നൗറോജി. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് മോഹൻ ബോസ്. രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഹൗസും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചാറാണ് ശ്യാംജി കൃഷ്ണ വർമ്മ. ഹരിജൻ സേവാ സമാജ് രൂപീകരിച്ചാറാണ് മഹാത്മാഗാന്ധി. ഓർമ്മിക്കണം. ഹരിജൻ സേവാ സമാജ് രൂപീകരിച്ചത് മഹാത്മാഗാന്ധി. പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ച ഓർമ്മിക്കണം. പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചാറാണ് മദൻ മോഹൻ മാളവ്യയാണ്. ഇനി ഹിന്ദു മഹാസഭ രൂപീകരിച്ച ആരാണ്? ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യയാണ്. ഓർമ്മിക്കണം. മദൻ മോഹൻ മാളവ്യയാണ് ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ. ഓർമ്മിക്കണം. ഒരിക്കലും മറക്കരുത്. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. ഇനി മദ്രാസ് മഹാജന സഭ. ഓർമ്മിക്കണം. മദ്രാസ് മഹാജന സഭ രൂപീകരിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. ഓർമ്മിക്കണം. G. സുബ്രഹ്മണ്യ അയ്യർ. ആനന്ദ ചാർലു. ഓർമ്മിക്കണം. ആനന്ദ ചാർലു വീര രാഘവ ആചാര്യയാണ്. അപ്പോൾ ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി. വേദാന്ത കോളേജ് രാജാറാം മോഹൻ റോയ്. ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവ്യ. ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി. അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ നാഷണൽ യൂണിയൻ AOHIM. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചാറാണ് ദാദാബായ് നൗറോജി. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ് മോഹൻ ബോസ്. രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചാറാണ് ശ്യാംജി കൃഷ്ണ വർമ്മ. ഹരിജൻ സേവാ സംഘം രൂപീകരിച്ചത് മഹാത്മാഗാന്ധി. ഓർമ്മിക്കണം. ഹരിജൻ സേവാ സംഘം രൂപീകരിച്ചത് മഹാത്മാഗാന്ധി. പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചതാണ് ആത്മാറാം പാണ്ഡുരംഗ്. ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് ഓർമ്മിക്കണം. ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ. മദ്രാസ് മഹാജന സഭ രൂപീകരിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. ആനന്ദ ചാർലു വീര രാഘവ ആചാര്യയാണ്. മദ്രാസ് മഹാജന സഭ രൂപീകരിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. ആനന്ദ ചാർലു വീര രാഘവ ആചാര്യയാണ്. ഇനി ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം. ഓൾ ഇന്ത്യ കിസാൻ സഭ. പരീക്ഷയ്ക്ക് നമ്മളെ തെറ്റിക്കാനായിട്ട് പല സഭകളുള്ളതുകൊണ്ട് ഒരുപാട് സഭകളുള്ളതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പം ഈ ആളിൻ്റെ പേര് സ്വാമി സഹജാനന്ദ സ്വാമിയാണ്. ഓർമ്മിക്കണം. സ്വാമി സഹജാനന്ദ സ്വാമി. വീണ്ടും റിപ്പീറ്റ് പറയാണ്. ആത്മീയ സഭ രാജാറാം മോഹൻ റോയ്. ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി.
വേദാന്ത കോളേജ് രാജാറാം മോഹൻ റേ, ബനാറസ് ഹിന്ദു കോളേജ് മദൻ മോഹൻ മാളവ്യ, ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ രൂപീകരിച്ചത് AO ഹീം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചാറാണ് ദാദാഭായ് നൗറോജി, ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ മോഹൻ ബോസ്, ഇന്ത്യ ഹൗസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ, ഹരിജൻ സേവാ സമാജ് രൂപീകരിച്ചത് മഹാത്മാഗാന്ധി. ഓർമ്മിക്കണം, ഹരിജൻ സേവാ സംഘം അല്ലെങ്കിൽ സമാജ് അല്ലെങ്കിൽ സംഘം രൂപീകരിച്ചത് മഹാത്മാഗാന്ധി, പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്, ഹിന്ദു മഹാസമാജിലെ ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ, മദ്രാസ് മഹാജനസഭ G സുബ്രഹ്മണ്യയ്യർ, ആനന്ദ ചാർലു, വീരരാഘവാചാരി. ഇനി ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് സ്വാമി സഹജാനന്ദ സ്വാമിയാണ്. ഇനി ധർമ്മസഭ രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, നമ്മുടെ ധർമ്മസഭ രൂപീകരിച്ചത് രാധാകാന്ത് ദേവ് ആണ്. ഓർമ്മിക്കണം, രാധാകാന്ത് ദേവ്. അപ്പോൾ ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ഇന്ത്യ ഹൗസ് സ്ഥാപിച്ച ശ്യാംജി കൃഷ്ണവർമ്മ, ഹരിജൻ സേവാ സംഘം രൂപീകരിച്ചത് മഹാത്മാഗാന്ധി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ, മദ്രാസ് മഹാജനസഭ G സുബ്രഹ്മണ്യയ്യർ, ആനന്ദ ചാർലു, വീര രാഘവ ആചാരി, ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് സ്വാമി സഹജാനന്ദ സ്വാമി, ധർമ്മസഭ രൂപീകരിച്ചത് രാധാകാന്ത് ദേവ്. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ, നമ്മളെ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നരുത്. ഇനി അടുത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു അസോസിയേഷനാണ് ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ. ഓർമ്മിക്കണം, ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ. നമുക്ക് കുറേ അസോസിയേഷൻ ഉള്ളതുകൊണ്ട് ഈ പഠിക്കണതെല്ലാം ഒരുമിച്ച് പഠിക്കണം. അപ്പം ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസേൻ ആണ്. ഓർമ്മിക്കണം, കേശവ് ചന്ദ്രസേൻ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചാറാണ് ദാദാഭായ് നൗറോജി, ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ മോഹൻ ബോസ്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യ ഹൗസ് രൂപീകരിച്ചത് ഓർമ്മിക്കണം, ഇന്ത്യ ഹൗസും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ, ഹരിജൻ സേവാ സംഘം രൂപീകരിച്ചത് മഹാത്മാഗാന്ധി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ, മദ്രാസ് മഹാജനസഭ G സുബ്രഹ്മണ്യയ്യർ, ആനന്ദ ചാർലു, വീരരാഘവാചാരി, ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് സ്വാമി സഹജാനന്ദ സ്വാമി, ധർമ്മസഭ രൂപീകരിച്ചത് രാധാകാന്ത് ദേവ്, ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസേനാണ്. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസേൻ. ഇനി നമ്മളുടെ നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, നവജവാൻ ഭാരത് സഭ രൂപീകരിച്ചത് നമ്മളുടെ ഭഗത് സിംഗ് ആണ്. ഓർമ്മിക്കണം, ഭഗത് സിംഗ്. നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ്. ഓർമ്മിക്കണം, നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ്. ഇനി മഹർ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് ആരാണ്? ഓർമ്മിക്കണം, മഹർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മഹർ പ്രസ്ഥാനം രൂപീകരിച്ചത് BR അംബേദ്കർ ആണ്. ഓർമ്മിക്കണം, മഹർ പ്രസ്ഥാനം അല്ലെങ്കിൽ മഹർ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് നമ്മളുടെ BR അംബേദ്കർ. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് ഓർമ്മിക്കണം, ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ് ചന്ദ്രസേൻ. നവജവാൻ ഭാരത സഭ ഓർമ്മിക്കണം, നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ്. ഓർമ്മിക്കണം, നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ്. ഇനി മഹർ മൂവ്മെൻറ്റ് രൂപീകരിച്ച ആരാണ്? BR അംബേദ്കർ ആണ്. ഓർമ്മിക്കണം, മഹർ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് BR അംബേദ്കർ. ഇനി സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്ത് ആണ്. ഓർമ്മിക്കണം, അശ്വതിയല്ല, അശ്വനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്ത്. ഇനി പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് BR അംബേദ്കർ ആണ്. ഒരിക്കൽ കൂടി നോക്കാം. ആത്മീയ സഭ രൂപീകരിച്ചത് രാജാറാം മോഹൻ റേ, ശുദ്ധി പ്രസ്ഥാനം സ്വാമി ദയാനന്ദ സരസ്വതി, വേദാന്ത കോളേജ് രാജാറാം മോഹൻ റേ, ബനാറസ് ഹിന്ദു കോളേജ് രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ, ഭാരതീയ വിദ്യാഭവൻ KM മുൻഷി, അലിഗഡ് പ്രസ്ഥാനം സ്വാമി എന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, 1905 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ഇന്ത്യൻ നാഷണൽ യൂണിയൻ AO ഹീം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ സ്ഥാപിച്ചത് ദാദാഭായ് നൗറോജി, ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ആൻഡ് ആനന്ദ മോഹൻ ബോസ്, രാമകൃഷ്ണ മിഷൻ രൂപീകരിച്ചത് സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യ ഹൗസും ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി രൂപീകരിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ, ഹരിജൻ സേവാ സംഘം രൂപീകരിച്ചത് മഹാത്മാഗാന്ധി, പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്, ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവ്യ, മദ്രാസ് മഹാജനസഭ രൂപീകരിച്ചത് G സുബ്രഹ്മണ്യയ്യർ, ആനന്ദ ചാർലു, വീര രാഘവ ആചാര്യ. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ, മദ്രാസ് മഹാജനസഭ G സുബ്രഹ്മണ്യയ്യർ, ആനന്ദ ചാർലു, വീര രാഘവാചാരി,
ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് സ്വാമി സഹജാനന്ദ സ്വാമി. ഓർമ്മിക്കണം, ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിച്ചത് സഹജാനന്ദ സ്വാമി. ധർമ്മസഭ രൂപീകരിച്ചത് രാധാകാന്ത് ദേവ്. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ ചന്ദ്രസൻ. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ രൂപീകരിച്ചത് കേശവ ചന്ദ്രസൻ. നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ്. ഓർമ്മിക്കണം, നവജവാൻ ഭാരത സഭ രൂപീകരിച്ചത് ഭഗത് സിംഗ്. മഹർ മൂവ്മെൻറ്റ് രൂപീകരിച്ചതാണ് BR അംബേദ്കർ. ഓർമ്മിക്കണം, മഹർ മൂവ്മെൻറ്റ് രൂപീകരിച്ചത് BR അംബേദ്കർ. സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്ത്. സ്വദേശി ബാന്ധവ സമിതി രൂപീകരിച്ചത് അശ്വനി കുമാർ ദത്ത്. പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചതാണ് അത് നമ്മളുടെ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് BR അംബേദ്കർ ആണ്. ഓർമ്മിക്കണം, പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി രൂപീകരിച്ചത് BR അംബേദ്കർ. ഇനി നമ്മളുടെ 1913 സാൻ ഫ്രാൻസിസ്കോയിൽ ആസ്ഥാനമാക്കി ഗദാർ പാർട്ടി രൂപീകരിച്ചത് ആരാണ്? ഗദാർ പാർട്ടി രൂപീകരിച്ചത് നമ്മളുടെ ലാല ഹർദയാലും സോഹൻ സിംഗ് ബാഹിനെയുമാണ്. അപ്പോൾ ഈ ഗദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലും സോഹൻ സിംഗ് ബാഹിനെയും. 1913 ഗദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലും സോഹൻ സിംഗ് ബാഹിനെയുമാണ്. അപ്പോൾ നമ്മൾ ഈ ദേശീയ പ്രസ്ഥാനം എന്നൊരു ടോപ്പിക്കിനകത്ത് നിന്ന് നമുക്ക് ഒരു നല്ലൊരു മേഖല നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്സും നന്നായിട്ട് പഠിക്കുക. കാരണം മാത്സും എന്താണെന്ന് പറയുക, ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം നമ്മളൊരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ഇട്ടിരിക്കുന്നത് ഏകദേശം ഒരു 50-60ഓളം സ്ഥാപകരും സംഘടനകളും സ്ഥാപകരുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 50 കൂടിയുണ്ട്. നമുക്ക് അത് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് നോക്കാം. കാരണം ഫസ്റ്റ് ഇത്രയും പഠിക്കുക. അപ്പോൾ ഓപ്ഷൻ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇത്രയും പഠിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 100% ഞാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം. അപ്പോൾ വീഡിയോ കാണുകയും വേണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അയച്ചു കൊടുക്കുക. കാരണം അവരും ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ ഇരിക്കുന്നവരെ കൂടി നമ്മൾ നോക്കിക്കോണം. കാരണം ചില ആൾക്കാർക്ക് ചിലപ്പോൾ പഠിക്കാൻ കഴിവ് കുറവായിരിക്കും, ചില ആൾക്കാർക്ക് ചിലപ്പോൾ കഴിവ് കൂടുതലായിരിക്കും. അപ്പോൾ അവരെ കൂടി നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. കാരണം ഒരു ഇൻഫർമേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് അവരോട് ഒന്ന് പകർന്നു കൊടുക്കുക. നമ്മളൊരു ഗ്യാങ് ആയിട്ട് 15-20 അല്ലെങ്കിൽ 5 പേര് ഇരുന്നാലും ശരി, 5 പേരെയും ഒരേ മനസ്ഥിതിയോടുകൂടി കാണുക. 5 പേരെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. ശരി, അപ്പോൾ നോക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് കാണാം.